ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവനെ കണ്ടറിയാം അവൻ്റെ സ്വഭാവം ഇല്ലേ. ഇതുപോലെ തന്നെ സിനിമയിൽ സ്ഥിരമായി വില്ലൻ വേഷം ചെയ്യുന്നവരോട് നമ്മുടെ പേരൻസിനൊക്കെ ഒരു ഇഷ്ടക്കേട് കാണും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു വ്യക്തി അയാൾ എന്താണോ അങ്ങനെയല്ല, അതിനപ്പുറം അയാളുടെ ലുക്സ് വെച്ച് തന്നെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതേപോലെ ജഡ്ജ് ചെയ്യാനുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നേരത്തെ ഉണ്ടായ ഒരു അനുഭവം. ചിലരുടെ സ്വഭാവം കാണുമ്പോൾ അയ്യോ ഇത് അയാളുടെ സ്വഭാവം പോലെ തന്നെ ഉണ്ടല്ലോ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലാണ് നമ്മൾ ഭൂരിഭാഗം അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ? എനിക്ക് എന്തായാലും ഉണ്ടായി. അതായത് ഞാൻ താടിയും മുടിയും നീട്ടി വളർത്തിയിരുന്ന ഒരു കാലമുണ്ട്. ഞങ്ങൾ താടിക്കാരുടെ ജീവകാരുണ്യ സംഘടന വരെ ഉണ്ടായിരുന്നു. അതിൽ പലരുമായിട്ട് ഞങ്ങൾ ഇന്നും ചങ്ങാത്തതുണ്ട്. അപ്പം ഞാനാണ് ആലപ്പുഴ ജില്ലയുടെ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി. അന്ന് ഇവിടെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അനിയത്തിയുണ്ട്. അപ്പോൾ അവൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോയി. അവിടെ വെച്ച് എൻ്റെ ഒരു അയൽവാസി, ഞാൻ ഇപ്പോൾ താമസിക്കുന്നതിന് അടുത്തുള്ള വ്യക്തി തന്നെയാണ്. അയാളെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോഴേക്കും ഞാൻ വലിയ കാര്യത്തിൽ കൈ കാണിച്ച് വിളിച്ചപ്പോൾ എന്നെ കണ്ടതും ആൾ തിരിഞ്ഞെന്താണ്. അത് വിഷമം ഉണ്ടാക്കിയോ? തീർച്ചയായിട്ടും. കാരണം അറിയാവുന്ന ഒരു വ്യക്തി അയാളിങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം വരും. പക്ഷേ എന്തുകൊണ്ടെന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചു. എനിക്ക് താടിയുണ്ട്, മുടിയുണ്ട്. അന്ന് ഭൂരിഭാഗം സിനിമയിലെ വില്ലന്മാരും അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സും നടക്കുന്ന ഒരു വേഷമാണിത്. എന്നാൽ അയാൾക്ക് എന്നെ പേഴ്സണലി അറിയാം. അയാൾ മാത്രം ഞാൻ കുറ്റം പറയില്ല. ഞാൻ എൻ്റെ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപികയായിട്ട് കൂട്ടാൻ പോലും എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ചോദിച്ചാൽ എന്താ ടീച്ചറെ വലിയ മൈൻഡൊന്നും ഇല്ലാതെ വയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ ഉള്ളവരോട് ഞാൻ സംസാരിക്കാറില്ല. സിഖ് മതത്തിലുള്ളവർ ഈ താടിയും മുടിയും വളർത്തി വരുമ്പോൾ ഇവർ അംഗീകരിക്കുകയും അതേ കാര്യവും ഒരു മലയാളി ചെയ്യുമ്പോൾ അതിനെ പുച്ഛിക്കുകയും ചെയ്യും. ഈ ഇരട്ടത്താപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇത് ആർഗ്യൂ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഐക്യു പോലും ഇല്ലാത്തൊരു സ്ത്രീയാണ്. ഇതുകൊണ്ട് ഇവിടെ തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ അയൽവാസി പിന്നീട് എന്നോട് മാന്യമായി പെരുമാറി. എപ്പോഴാണെന്നറിയോ? സിനിമയിലെ നായകന്മാർ താടി വളർത്തി തുടങ്ങി. അതായത് ഇതുപോലെയുള്ള ചില ആളുകളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ സിനിമയാണ്. സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യം പ്ലസ് മസാലയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ആളുകളായി മാറരുത് നിങ്ങൾ. അതായത് ജീവിതത്തിൽ പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. വായിച്ചറിവോ കേട്ടറിവോ യാത്ര ചെയ്തുള്ള അറിവോ അങ്ങനെ പ്രത്യേകിച്ച് അനുഭവിച്ചുള്ള അറിവോ ഒന്നും തന്നെയില്ല. ആകെയുള്ള അറിവ് സിനിമ മാത്രമാണ്. അങ്ങനെ ഒരിക്കലും ആയിത്തീരരുത്. നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കായിട്ട് അഭിപ്രായങ്ങളുണ്ടാകണം. എന്തിലും ഏതിലും എല്ലാത്തിലും കയറി അഭിപ്രായം പറയണം എന്നല്ല. എല്ലാത്തിലും അഭിപ്രായം ആർക്കും ഉണ്ടാവുകയില്ല. എന്നാൽ കാര്യങ്ങൾ ആലോചിക്കാനുള്ള ഒരു സയൻറ്റിഫിക് ടെമ്പർ നമുക്കുണ്ടാവണം. ഇത് സിനിമയിൽ കണ്ടുകൊണ്ട് മാത്രമല്ല, ഇതെനിക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധവും കൂടി വേണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കാരണം ഒന്നുകിൽ ഞാൻ എൻ്റെ പഴയ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സിനിമയിൽ എന്താണ് പറയുന്നത് അതനുസരിച്ചാണ് എൻ്റെ സ്വഭാവവും എൻ്റെ ശരികളും തെറ്റുകളും ഒക്കെ പോകുന്നത്. സിനിമയല്ല നമ്മളുടെ ശരിയും തെറ്റുമെന്ന്, നമ്മളുടെ തന്നെ പ്രിൻസിപ്പിൾസാണ് നമ്മളുടെ ശരിയും തെറ്റും. ആരെയും കണ്ട ഉടനെ ജഡ്ജ് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ജഡ്ജ് ചെയ്യും. പക്ഷേ ആ ജഡ്ജ് ചെയ്യുന്നതിന് ഒരു ഫാക്ടർ മാത്രം ആകരുത് എന്നതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരാളെ കണ്ടിട്ട് അയാളുടെ ആ ലുക്ക് വെച്ച് മാത്രം വിലയിരുത്താതിരിക്കുക. നമ്മുടെ ജിമ്മിൽ തന്നെ ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ വിചാരിച്ച ആൾ ഭയങ്കര ജാടയായിരിക്കും, പക്ഷെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചപാവം മനുഷ്യൻ. അപ്പോൾ എന്താണ് ആ ഒരു ഔട്ട്ലുക്ക് വെച്ചിട്ട് നമ്മൾ വിചാരിക്കണം അയാൾ അങ്ങനെയാണ്, പക്ഷെ പിന്നീട് അയാൾ അടുത്തെറിയുമ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു ഔട്ട്ലുക്ക്, അതായത് ലുക്ക് വെച്ച് മാത്രം നമ്മൾ തീരുമാനിക്കാതെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളായിക്കോട്ടെ, അയാളെ കണ്ടിട്ടുണ്ട്, അയാളോട് സംസാരിച്ചിട്ടുണ്ട്, അയാളിലൂടെ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ, അയാളുമായിട്ട് എന്തെങ്കിലും ഒരു ടാസ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ജസ്റ്റ് ലുക്ക് വെച്ച് മാത്രം ജഡ്ജ് ചെയ്യാതെ എന്നതാണ് ഞാൻ പറയുന്നത്. ഒരു തരത്തെ ആലോചിച്ചാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ഈ ജഡ്ജ്മെൻ്റൽ സ്വഭാവം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളവരെ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളവരെ സ്വാഭാവികമായിട്ടും മാനിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ലുക്കിലേക്ക് മറ്റുള്ളവരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടില്ല. ഒന്നിൽ കൂടുതൽ ഫാക്ടർ ഒരാളെ ജഡ്ജ് ചെയ്യാൻ എടുക്കുന്നതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്തെന്നാൽ, ഒരു പക്ഷേ അയാൾ വ്യത്യസ്തമാണെങ്കിൽ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ തെറ്റായ ചിന്താഗതി കൊണ്ടോ നമ്മൾ ഒരാളെ ലൂസ് ചെയ്യും. ഇപ്പോൾ വെറുതെ നല്ലൊരു മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തണോ? ഞാൻ പറഞ്ഞത് നിങ്ങളെ ചിന്തിപ്പിച്ചുവെങ്കിൽ ഇത് കേൾക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.